ഉസ്താദായിരുന്ന സമയത്ത് വെള്ള ഡ്രസ്സും വെള്ള തുണി വെള്ള തൊപ്പിയും ധരിച്ച് പോയാൽ മാത്രമാണ് മദ്രസയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അങ്ങനത്തെ ഡ്രസ്സ് എടുക്കും. ആ ഡ്രസ്സ് ഇവിടെ കഴിച്ചു വെച്ച് വേറെ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി ഇടുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോഴാണ് തെങ്ങ് കയറാൻ ആളെ വിളിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് വയറിങ് പ്ലംബിങ്ങിന് പോകുന്ന സമയത്ത് അതിന്റെ യൂണിഫോം ധരിക്കണം. അപ്പോഴാണ് അതിന് ആളെ വിളിക്കുള്ളൂ. നേരെ മറിച്ച് വെള്ള തുണിയും തലയെക്കൊട്ടും തൊപ്പിയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ആരും തെങ്ങ് കയറാൻ വിളിക്കൂല. അപ്പൊ അതിൻ്റെതായ രൂപത്തിലേക്ക് നമ്മൾ മാറും. ഇങ്ങനെ ഓരോരോ മാറ്റങ്ങളാണ് ആ വിഷയത്തിൽ നമുക്ക് വരുമാനം കൊണ്ടു തരുന്നതെങ്കിൽ, നമ്മുടെ ഈ വിഷയത്തിൽ വരുമാനം കിട്ടണമെങ്കിൽ നമ്മളൊരു ഡയമണ്ട് രൂപത്തിലേക്ക് മാറണം. മനോജ് സാറും ലതാ മാഡവും ആയിഷ മാഡവും അതുപോലെ നജീബ് സാറും അൽതാഫ് സാറൊക്കെ കാണിച്ചു തരുന്ന ആ രൂപത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മളും ലീഡർ ആവുക. വരുമാനം കിട്ടിയിട്ടല്ല നമ്മൾ ലീഡർ ആവേണ്ടത്, വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലീഡർ ആവണം. അപ്പോഴാണ് നമുക്ക് വരുമാനം ഇങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലീഡർഷിപ്പിലേക്ക് ഉയരണം. നമ്മുടെ ടീമിൽ വലിയ വലിയ ലീഡർഷിപ്പിന്റെ നിര തന്നെ ഉണ്ടാവണം. അതിന് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൽ നമ്മൾ ടാർഗറ്റ് വെക്കുമ്പോൾ ആ ഒരു ഫാസ്റ്റ് ട്രാക്കർ നമ്മളെ താഴെ വരണമെങ്കിൽ 1 ലക്ഷം ബിസിനസ് വോളിയാണ് വേണ്ടത്. ആ 1 ലക്ഷം ബിസിനസ് വോളിയം കയറ്റാൻ പോകുന്ന ഡിസ്ട്രിബ്യൂട്ടറോട് നമ്മൾ പോയിട്ട് സംസാരിക്കണം. ഈ മാസം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫാസ്റ്റ് ട്രാക്കർ ആകാൻ പോവുകയാണ്. ഒരു ഫാസ്റ്റ് ട്രാക്കർ ലീഡർ ആകുമ്പോൾ ഒരു 12,000 രൂപ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളെ താഴെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. അതിന് ഇത്ര സംഖ്യയാണ് ക്ലോസ് ചെയ്യേണ്ടത്. 25,000 ബിസിനസ് വോളിയം ഓരോ ആഴ്ചയും ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫാസ്റ്റ് ട്രാക്കർ ആക്കാൻ സാധിക്കും. അതിന് വേണ്ടത് ഇത്ര ഹോം മീറ്റിങ്ങുകളാണ്. ഈ ഒരു ഹോം മീറ്റിംഗിന് ചുരുങ്ങിയത് 25,000 കിട്ടാതെ കൂല. അതുകൊണ്ട് നമ്മുടെ ടീമിൽ കൂടുതൽ ഹോം മീറ്റിങ്ങുകൾ സെറ്റ് ആക്കണം. ആ ഓരോരോ ഹോം മീറ്റിങ്ങൾ ഒരു മാസത്തിനുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറെ താഴെ 4 ഹോം മീറ്റിംഗ് സെറ്റ് ആക്കിയാൽ തന്നെ ആ മാസം ക്ലോസ് ചെയ്യുന്ന സമയത്ത് അയാൾ ഫാസ്റ്റ് ട്രാക്കർ ആയിട്ടുണ്ടാവും. 25,000 ബിസിനസ് വോളിയം വേണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ദിവസം 5,000 രൂപയുടെ കാശാണ്. അതായത് 35,000 ക്ലോസ് ചെയ്താൽ ചുരുങ്ങിയത് ന്യൂ സ്റ്റാർ അടക്കി വാങ്ങുകയാണെങ്കിൽ തന്നെ 25,000 ബിസിനസ് വോളിയം കയറും. ആ 25,000 ബിസിനസ് വോളിയം 4 ആഴ്ചയിൽ കയറുമ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്കർ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് നടക്കുള്ളൂ. വർക്ക് പ്ലാനിങ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എല്ലാ ഡിസ്ട്രിബ്യൂട്ടറെ ഫാസ്റ്റ് ട്രാക്കർ ലെവലും വർക്ക് പ്ലാനിങ് നമ്മൾ എല്ലാവരും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ടീമിൽ ക്ലോസിങ്ങും നമുക്ക് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനം എളുപ്പമാവുള്ളൂ. ഒരാളെ നമ്മൾ കയറിട്ട് വലിക്കുന്നതിന് പകരം ഇതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 12,000 അക്കൗണ്ടിലേക്ക് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ തുടക്കക്കാരനോട് നമ്മൾ ഈ പറയുന്നത് കേട്ടോ, അല്ലാതെ വലിയ ലീഡറോടല്ല, ചെറിയ ചെറിയ ഡിസ്ട്രിബ്യൂട്ടറോടാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ റെഡിയാകും. അതിന് നിങ്ങൾ 4 ഹോം മീറ്റിങ്ങുകൾ നിങ്ങൾ വെക്കണം. അതിന് എത്ര ലിസ്റ്റ് ഇടണം. അതുപോലെ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവരെ ക്ലോസ് ചെയ്യണം. 1 to 1 ആണെങ്കിലും ആണില്ല, ഹോം മീറ്റിംഗിലും ആണില്ല, ക്ലോസ് ചെയ്തുകൊണ്ട് 25,000 ആഴ്ചയിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് ചുരുങ്ങിയത് ഒരു ഫാസ്റ്റ് ട്രാക്കർ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഫാസ്റ്റ് ട്രാക്കേഴ്സിനെ നമ്മുടെ ടീമിൽ സൃഷ്ടിക്കുമ്പോൾ അവർക്കൊക്കെ ലീഡർഷിപ്പിലേക്ക് വളരാനുള്ള ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ അവർ ലീഡർ ആയിട്ട് മാറുമ്പോൾ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ താഴെ വരും. ആ ലീഡേഴ്സിനെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇതേ കാര്യങ്ങൾ അവിടെ താഴെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ടീമിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുകയും അതിലൂടെ ഒരു വലിയ ടീമായിട്ട് വലിയൊരു സാമ്രാജ്യമായിട്ട് നമ്മൾ മാറുകയും നമ്മൾ തടുത്താൻ നിൽക്കാത്ത രൂപത്തിലുള്ള ഇൻകം നമ്മളെ അക്കൗണ്ടിലേക്ക് വരും ചെയ്യും. അതിന് ചെയ്യേണ്ടത് നമ്മൾ ശക്തമായ പ്ലാനിങ് വേണം. അതിന് ലീഡേഴ്സുമായി ഇരുന്നു കൊണ്ട് ഒരു അപ്ലൈൻ മെന്ററുമായി ഇരുന്നു കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇത് ചെയ്ത് പരിചയമുള്ള, ഇതിൽ ചെയ്തിട്ട് വിജയിക്കാൻ സാധ്യത ഇല്ലാത്തതും വിജയിക്കാൻ സാധ്യത ഉള്ളതുമായ കാര്യങ്ങൾ അറിയുന്ന ഒരു അപ്ലൈൻ ലീഡർ, ആ സിസ്റ്റവുമായി കണക്ട് ചെയ്ത ലീഡർ ആണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ നിങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈൻ ഒരു മെന്ററോട് പറയണം, നിങ്ങളാണ് എന്റെ മെന്റർ. ആ മെന്ററോട് പോയി ഇരുന്നു കൊണ്ട് എനിക്കിതിൽ വിജയിക്കണം, അതിനുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ വ്യക്തമായ പ്ലാനിങ് നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ട് ആ ടാർഗറ്റോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അത് ദിവസത്തിലുള്ള ടാർഗറ്റ് വേണം, ആഴ്ചയിലുള്ള ടാർഗറ്റ് വേണം, മാസത്തിലുള്ള ടാർഗറ്റ് വേണം. അതുപോലെ തന്നെ നെക്സസ് എന്ന നമ്മുടെ മെഗാ പ്രോഗ്രാം, അതായത് TCകൾ മാത്രം പങ്കെടുക്കുന്ന
ഒരുപാട്, എത്ര എണ്ണം എന്ന് പറയാൻ പറ്റൂല, ഒരുപാട് ആളുകൾ TC മാത്രം പങ്കെടുക്കുന്ന കമ്പനി പ്രോഗ്രാമിൽ നമുക്ക് ടാർഗറ്റ് വേണം. അതായത് ഒരു വ്യക്തിയുടെ താഴെ എത്ര TC അവിടെ ക്വാളിഫൈ ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്നത് എന്ന് വ്യക്തമായ ഒരു ലിസ്റ്റ് നമ്മളെ കയ്യിൽ വേണം. ആ TC പോകുന്ന ആളുകളൊക്കെ നമ്മൾ TC കൊണ്ട് പങ്കെടുപ്പിക്കുമ്പോഴാണ് കമ്പനിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത അതിന്റെ വൈബ് വേറെ തന്നെയാണ്. അത് വേറെ ഒന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ആ നെക്സസിന്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഈ വർഷത്തിൽ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ നേടണം, സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വർഷം തീരുന്നതിന്റെ അടുക്ക് 2025 തീരുന്ന ഡിസംബർ ആകുമ്പോ അന്ന് അതിന്റെ മുമ്പ് നമ്മുടെ ടീമിന്റെ പ്ലാനിങ് എന്താണ്, ഏത് റാങ്ക് ആണ് നമ്മുടെ ടീം അച്ചീവ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടീമിൽ എത്ര TC എബോ ആളുകൾ വേണം എന്നുള്ളൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിൽ വിജയിക്കുള്ളൂ. അതുകൊണ്ട് ശക്തമായ വ്യക്തമായ ഒരു പ്ലാനിങ് നിർബന്ധമാണ്. പ്ലാനിങ് ഇല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഫൗളായിട്ട് മാറും. ഇപ്പൊ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യലെന്താ, പോയാണ്ട് തറ കെട്ടല അല്ല. ആദ്യം പോയിട്ട് നമ്മൾ അതിന് വ്യക്തമായ പ്ലാനിങ് ഒക്കെ ചെയ്യാൻ അറിയുന്ന ഒരു എഞ്ചിനീയറെ കണ്ടുകൊണ്ട് നമ്മൾ പ്ലാൻ വരക്കും. ഇന്ന സ്ഥലത്താണ് നമ്മൾ അടുക്കള വേണ്ടത്, ഇന്ന സ്ഥലത്താണ് ഡൈനിങ് വേണ്ടത്, അതുപോലെ തന്നെ ഇന്ന സ്ഥലത്താണ് ഇതിന്റെ ടോയ്ലറ്റുകളൊക്കെ വേണ്ടത്. അതൊന്നും പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ഒരു ബിൽഡിംഗ് ആണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടോയ്ലറ്റ് വേണ്ടോടത്ത് അടുക്കളയായിട്ട് മാറും, അടുക്കള വേണ്ടത് ടോയ്ലറ്റ് ആയിട്ട് മാറും. പിന്നെ അത് പൊളിച്ച് പണിയേണ്ടി വരും. അപ്പൊ ഒരുപാട് ചെലവുകൾ കൂടും. അപ്പൊ നമ്മളെ സമയം കുറെ വേസ്റ്റ് ആകും, നമ്മൾ പരാജയപ്പെട്ടു പോകും. അത് തന്നെയാണ് പ്ലാനിങ് ഇല്ലാതെ പ്രവർത്തിച്ചാലുള്ള നമ്മുടെ ബിസിനസിന്റെ അവസ്ഥയും. അതുകൊണ്ട് നമ്മുടെ വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ ടീമിൽ വേണം. ആ ടീമിന്റെ പ്ലാനിങ്ങോട് കൂടി ഒരു ടീം ഒന്നായിട്ട് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആ ടീമിൽ ഒരുപാട് കഴിവുള്ള ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തമായ പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ വിജയിക്കൂല. അതുകൊണ്ട് എല്ലാവരും നല്ല ശക്തമായ പ്ലാനിങ്ങോട് കൂടി പ്രവർത്തിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതില് ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ നമ്മൾ എന്തിനാണത് ചെയ്യുന്നത് എന്ന ബോധ്യം വേണം. അതായത് ഒരു ലീഡർക്ക് പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലെങ്കിൽ ആ ലീഡർ ഇതിൽ പ്രവർത്തിക്കൂല. അതുകൊണ്ട് ലക്ഷ്യം ഉണ്ടാക്കണം, സ്വപ്നങ്ങൾ ഉണ്ടാക്കണം. ആ സ്വപ്നങ്ങള് അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനത്തിലാണ് അയാളെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ ഇതിൽ നേടിയെടുക്കാൻ പറ്റും. ഇത് ടീമിന്റെ വിജയമാണ്. എന്റെ കഴിവല്ല ഇതിലുള്ള പ്രവർത്തനം. എന്റെ ടീമിലുള്ള ഒരുപാട് എന്റെ അപ്ലൈൻ ലീഡർമാരും എന്റെ താഴെ ലീഡർമാരും ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഒരേ ഫോക്കസോട് കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഇതിൽ നമുക്ക് ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഒറ്റക്കുള്ള റിസൾട്ട് അല്ല. ഒരു ഗാനമേളക്ക് എല്ലാവരും പാട്ട് പാടണമെന്നില്ല. ചില ആളുകൾ പറയും എനിക്ക് പ്ലാൻ കൊടുക്കാൻ കഴിയില്ല, എനിക്കത് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് സൂം മീറ്റിംഗ് എടുക്കാൻ അറിയില്ല, എനിക്ക് ND കൊടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്നാൽ പാടാൻ കഴിയുന്നവർ പാടിയാൽ മതി, മുട്ടാൻ കഴിയുന്നവർ മുട്ടുക, അതുപോലെ തന്നെ ചാടാൻ കഴിയുന്നവർ ചാടുക, സ്റ്റേജ് കെട്ടാൻ അറിയുന്നവർ സ്റ്റേജ് കെട്ടുക, നോട്ടീസ് അടിക്കാൻ പറ്റുന്ന നോട്ടീസ് അടിക്കുക, നോട്ടീസ് കൊടുക്കാൻ പറ്റുന്ന നോട്ടീസ് കൊടുക്കുക, ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്നവർ സംഘടിപ്പിക്കുക. ഇതൊക്കെ പാടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ ഗാനമേള വിജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ടീം വർക്കും. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ എല്ലാവരും അവരുടേതായ കഴിവുകൾ പുറത്തെടുത്താൽ മാത്രമാണ് നമുക്ക് വിജയിക്കുള്ളൂ. എല്ലാവർക്കും പ്ലാൻ കൊടുക്കാൻ അറിയണമെന്നില്ല. പ്ലാൻ കൊടുക്കാൻ അറിയുന്ന ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്താൽ മതി, അവർ പഠിച്ചത് അത് ചെയ്തോളും. അതുപോലെ തന്നെ നമ്മളെ ഈ ടീമില് സംസാരിക്കാൻ അറിയാത്ത ആളുകൾ വരെ സംസാരിക്കാൻ അറിയുന്ന ആളുകളെക്കാൾ വിജയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാല് അത് ഈ ടീം വർക്കിന്റെ പ്രത്യേകതയാണ്. ടീം വർക്ക് വളരെ ശക്തമായ പ്രവർത്തനമാണ്. ടീം വർക്കാണ് ഈ ബിസിനസിന്റെ റിസൾട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കല്ല, ഒരു ടീമാണെന്ന ബോധ്യത്തോടു കൂടി, ഒരു ടീമിന്റെ എഫേർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മുട്ടുസൂചി പോലും വിട്ട് പരിചയമില്ലാത്ത എന്നെ പോലുള്ള ഒരു ലീഡറെ STC സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണെങ്കിൽ ആക്കിയതെങ്കിൽ അത് ടീം വർക്കിന്റെ പ്രത്യേകതയാണ്. 1.5 കോടിക്ക് മേലെയാണ് ബിസിനസ് എനിക്കൊരു ബ്ലഡ് പ്യൂരിഫയർ തന്ന ഒരാൾക്ക് ഞാൻ കൊടുത്തത്. അതാണ് ഈ ബിസിനസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ടീം വർക്കാണ്. ഇതിന്റെ ടീം വർക്കിന്റെ റിസൾട്ട്, അതായത് ഒറ്റക്കുള്ള വർക്കിനേക്കാളും കൂടുതൽ റിസൾട്ട് ആണ് നമ്മൾ ടീമായിട്ട് ചെയ്യുമ്പോൾ. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും, ഇപ്പൊ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടിയാണ് ജമാഅത്തായി ഒരാളും കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ റിസൾട്ടും. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ
ഒരു മുട്ടുസൂചി പോലും വിറ്റ് പരിചയമില്ലാത്ത നമുക്ക് നമ്മുടെ ടീമിലൂടെ ലക്ഷങ്ങളുടെ വോളിയങ്ങൾ, കോടികളുടെ വോളിയങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ടീം വർക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് വളരെ ശക്തമായി ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. പ്രത്യേകിച്ചും ഈ സമയത്ത്, നമ്മുടെ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ജനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇതുവരെ നമ്മൾ പറയുന്ന ആളുകളാണ് ഇത് കേട്ടതെങ്കിൽ ഇപ്പോൾ മീഡിയകളും അതുപോലെ തന്നെ ചാനലുകളും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും അത് ഇൻസ്റ്റഗ്രാമും പോലുള്ള എല്ലാ ചാനലുകളും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഒരു തട്ടിപ്പാണെന്ന് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ പറയുന്നത് ഒരു സത്യസന്ധമായ ഒരു ബിസിനസ് ആണ് എന്നാണ് എല്ലാവരും ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് സക്സസ് ബറിയുടെ ചുണക്കുട്ടികൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ടീമിൽ ഒരുപാട് ഏറ്റെടുത്ത ആളുകളും വിജയിച്ച ലീഡർമാരും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ റാഞ്ചിക്കൊണ്ട് പോയിട്ടുണ്ടാവും. നമ്മൾ പണിയെടുത്തിട്ടുണ്ടാവും, പക്ഷെ ക്ലോസിംഗ് മറ്റുള്ളവർ നടത്തും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശക്തമായ പ്ലാനിങ്ങോടുകൂടി ഒരുപാട് ആളുകളെ വിജയിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആയി നമ്മളെല്ലാവരും മാറണം. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ട് നമ്മളൊക്കെ മാറിയാൽ മാത്രമാണ് നമുക്കിതിൽ വിജയിക്കുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ 19-ാം തീയതി ഞങ്ങളൊക്കെ പങ്കെടുത്ത ആ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും അതുപോലെ ഒരുപാട് മന്ത്രിമാരും വകുപ്പ് തല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാരും പങ്കെടുത്ത മെഗാ പ്രോഗ്രാം. ആ ഗ്രൗണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു ആൾക്കടലായി മാറി. ജനങ്ങളുടെ ബാഹുല്യം കാരണം ഇരിക്കാൻ പോലും സീറ്റില്ലാതെ നമ്മളെ സംഘാടകരെ സംഘടിപ്പിച്ച സീറ്റൊക്കെ എവിടെ എത്തിയില്ല. എല്ലാവരും നിന്നുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നമുക്ക് മനസ്സിലാക്കണം, അതായത് നമ്മുടെ ലക്ഷ്യത്തിന്റെ മേലെയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതായത് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ടി വരൂല. ഡാറ്റ് സെല്ലിംഗ് ആണ്, നമ്മുടെ കമ്പനി ഇന്നതാണ് എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ ജനങ്ങൾ എത്ര വേണ്ടത്, എത്ര ഐഡിയ വേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അതിനനുസരിച്ച് ക്ലോസിംഗ് എളുപ്പമാകും. നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ തന്നെയാണ് ഇത് വിജയിക്കുള്ളൂ. വീട്ടിലിരുന്നു കൊണ്ട് ആരും വിജയിച്ച ചരിത്രമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് മെഷീൻ ഗണ്ണ് പോലെ തിരയൊഴിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് വോളിയം എല്ലാ ആഴ്ചയും വർദ്ധിപ്പിക്കുക. ബിസിനസ് വോളിയം മാത്രമല്ല, ലീഡർഷിപ്പിന്റെ നിര തന്നെ നമ്മുടെ ടീമിൽ സൃഷ്ടിക്കുക. അതിലൂടെ നമ്മളും വലിയ ലീഡറായി മാറും. ആ വലിയ ലീഡർ ആകണമെങ്കിൽ നമ്മുടെ താഴെ ഒരുപാട് TC, ATC, DTC, ZTC തുടങ്ങിയ ഒരുപാട് ലീഡർഷിപ്പിന് കഴിവുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ആ ലീഡർഷിപ്പിന് ട്രെയിനിങ് വരുമ്പോൾ നമ്മുടെ ടീമിൽ ഒരുപാട് ആളുകളെ നമ്മൾ അതിൽ പങ്കെടുപ്പിക്കണം. അതിലൂടെ നമുക്ക് വലിയ രൂപത്തിൽ വിജയിക്കാൻ സാധിക്കും. സ്വപ്നങ്ങളുള്ള ആളുകളെ നമ്മൾ വാർത്തെടുക്കണം. സ്വപ്നങ്ങൾ വേണം. ഇപ്പൊ ഞാനിതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മദ്രസ അധ്യാപകനായിരുന്നു. ചെറിയ ശമ്പളത്തിൽ വളരെ പ്രയാസപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് സ്വപ്നങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ്ങിൽ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് വെച്ച്. എനിക്ക് ഒരു കാറ് പോയിട്ട് ഒരു ബൈക്ക് പോലും വാങ്ങാൻ കഴിയാത്ത സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കാറ് വേണ്ടേ? അപ്പോ കാറ് വേണമെന്ന് പറഞ്ഞു. ഏത് കളർ കാറാണ് വേണ്ടത്? അതിപ്പോ ഞാൻ പറഞ്ഞു, എന്റെ അസുഖം മാറ്റിയത് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ബ്ലഡ് പ്യൂരിഫയർ ആണ്. ആ ബ്ലഡ് പ്യൂരിഫയറിന്റെ കളറ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ കളറ് ഞാൻ അവിടെ എഴുതി. അങ്ങനെ എന്താക്കി, ആ ബ്ലഡ് പ്യൂരിഫയറിലെ കളറും എഴുതി. അതുപോലെ തന്നെ പിന്നെ ഡേറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ഇട്ടു. ആ ഡേറ്റ് ഇട്ട സമയത്ത് പിന്നെ പറഞ്ഞു, നിങ്ങള് ഇന്ന ഡേറ്റിനുള്ള അച്ചീവ് ചെയ്യണം. അങ്ങനെ ഒരു ഡേറ്റ് ഇട്ടു. അന്നൊന്നും ഒരു രൂപ പോലും വരുമാനമില്ല. ജോയിൻ ചെയ്ത ഉടനെ തന്നെയാണ്. അന്ന് എഴുതി വെച്ച്, അന്ന് മനോജ് സാറിന്റെ ഒരു വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു, ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ, നമ്മളെ കാറിന്റെ ഫോട്ടോ ഒക്കെ ഉള്ള. അതിൽ എഴുതി വെച്ചു. അന്ന് എഴുതി വെച്ച ആ കാറാണ്, അതേ കളറിലുള്ള കാറ് അന്ന് എന്റെ വീട്ടിലേക്ക് പുതിയൊരു കാറ് കൊണ്ടുവന്നു. അത് ഓടിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തോന്നിപ്പോയി. കാരണം ഇതുപോലെ സ്വപ്നം കാണാൻ കഴിയാത്ത എന്നെ പോലുള്ള ആളുകളിലേക്ക് സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് ആ സ്വപ്നങ്ങൾക്ക് ഡേറ്റ് ഇട്ടുകൊണ്ട് ആ ഡേറ്റിൽ അത് അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ടീമായിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്നെ പോലുള്ള ഒരുപാട് സാധാരണക്കാര്, നൂറുകണക്കിന് 200, 300 ഒക്കെ ആളുകൾ നമ്മുടെ സക്സസ് ബറിയിൽ തന്നെ പുതിയ കാറുകൾ വാങ്ങിയവരുണ്ടാകും. അതിലൂടെ ഒരുപാട് ആളുകളുടെ ജീവിതകാല സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വീടാണെങ്കിലും കാറാണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് ചേഞ്ച് ആണെങ്കിലും ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഒറ്റക്കല്ല, ടീം വർക്കിലൂടെയാണ്. അതിന് ഇനി ചെയ്യേണ്ടത് വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക.
കൂടുതൽ റിക്രൂട്ട്മെന്റ് നമ്മുടെ ടീമിൽ ഉണ്ടാക്കുക, അതുപോലെ കൂടുതൽ സെയിൽസ് ക്ലോസ് ചെയ്യുക. ഓരോരോ ആഴ്ചയിലും സെയിൽസ് ടേൺ ഓവർ ബോണസ് നോക്കുന്ന സമയത്ത് 1000 രൂപ പോലും ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്റെ ടീമിൽ സെയിൽസ് നടക്കുന്നില്ല. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ 1000 രൂപ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ഒരു 10 ആൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ 10 ആളുകൾക്ക് 1000 വാങ്ങുമ്പോൾ ഈ ലീഡർ ചുരുങ്ങിയത് ഒരു 10,000 വാങ്ങിയിട്ടുണ്ടാവും. ഇതാണ് ഈ ബിസിനസ്. അതുകൊണ്ട് നമ്മളെ വരുമാനം നോക്കണ്ട, നമ്മളെ താഴെ വരുമാനം വാങ്ങുന്ന ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അതിലൂടെ നമുക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെക്കുക. സ്വപ്നങ്ങൾ എഴുതി വെക്കാതെ എന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് നേടാൻ സാധിക്കൂല. സ്വപ്നങ്ങൾ ഡേറ്റ് ഇട്ടുകൊണ്ട് കളറ് സഹിതം എഴുതി വെച്ചുകൊണ്ട് ആ സ്വപ്നങ്ങൾ ഓരോരോ ദിവസവും രാവിലെ ഉണരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷനിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കണ്ടാൽ നമ്മൾ ഒരിക്കലും ഇവിടെ ഉറങ്ങാൻ സാധിക്കൂല. ഉറക്കമൊഴിക്കുന്ന സ്വപ്നങ്ങളായിട്ട് അത് മാറും. അങ്ങനെ ഉറക്കമൊഴിക്കുന്ന സ്വപ്നങ്ങളാണ് ഇതിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനാദ്യമായി വേണ്ടത് സ്വപ്നങ്ങൾ എഴുതി വെക്കുക. ആ എഴുതി വെച്ച സ്വപ്നങ്ങളാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾ ഇത് എന്നോട് സാധിക്കുമോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇത് ടീമിന്റെ എഫേർട്ടോട് കൂടി, ടീം വർക്കോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. 10 ആളുകൾ ഉണ്ടെങ്കിൽ ആ 10 ആളുകളുടെ അറിവും കഴിവും എഫേർട്ടും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അയാൾ വിജയിച്ചിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുടെ വിജയമാണ് നമ്മൾ ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. 1 ലക്ഷം വരുമാനമാകുന്ന 100 കണക്കിന് ആളുകളെ, ആഴ്ച വരുമാനമാകുന്ന 100 കണക്കിന് ആളുകളെ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇന്ന് ജോയിൻ ചെയ്ത ആൾക്ക് വരെ അതിലൊരു പങ്കാളിയാകാൻ സാധിക്കും. അതാണ് സക്സസ്ഫുള്ളി ഗ്ലോബൽ. എല്ലാവരും പണിയെടുത്താൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. സെയിൽസ് ടേൺ ഓവർ ബോണസ് എണ്ണം വർദ്ധിപ്പിക്കുക, 0ന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇന്നത്തെ 0 അല്ല, അതിന്റെ അപ്പുറത്ത് ഒന്നുകൂടി 0 വന്നുകൊണ്ട് ലക്ഷങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെയുള്ള ഒരു സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക, ഫീൽഡിൽ ഇറങ്ങുക. ഇന്ന് നമ്മുടെ 2ാമത്തെ ക്ലോസിംഗ് കഴിഞ്ഞു ഈ മാസത്തെ. ഇനി 3ാമത്തെ ക്ലോസിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ 3ാമത്തെ ക്ലോസിംഗ് അതിഗംഭീരമാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ വരുമാനം കൂട്ടാൻ സാധിക്കും. എല്ലാവർക്കും അതിനുള്ള ആയുസ്സും ആരോഗ്യവും